ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ്. ഇത് അധികം ആരും യൂട്യൂബിലൊന്നും പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്തതൊന്നും അറിയില്ല. സോ ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതാണ് പാരച്യൂട്ട് അഡ്വാൻസ്ഡ് ആയുർവേദിക് ഹെയർ ഓയിൽ. അപ്പോൾ എൻ്റെ മുടിയാണ് ഇത്. ഇതിലാണ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ട്, ഞാൻ ജനിച്ചത് മുതൽ ഇത് യൂസ് ചെയ്തു എന്നൊന്നുമല്ല പറയുന്നത്. എനിക്ക് കുറച്ചൊരു ബോധവും ബുദ്ധിയൊക്കെ വന്നിട്ട് പിന്നെ ഈ ഒരു സാധനം നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതിന് മുമ്പ് ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ പാക്കിൽ പാരച്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ആൻഡ് അത് അവർ കുറച്ചുകൂടി എനിക്കൊന്ന് അഡ്വാൻസ്ഡ് ആക്കിയിട്ട് ഇറക്കിയ സാധനമാണിത്. ഇതിലൊരു ആയുർവേദിക് ടൈപ്പ് ഓഫ് സ്മെല്ലൊക്കെയാണ്. ആൻഡ് ഇവരിത് പറയുന്നത് റെഡ്യൂസസ് ഹെയർ ഫോൾ ഇൻ 30 days, ഗ്രോസ് ന്യൂ ഹെയർ എന്നൊക്കെയാണ്. സോ ഇത് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത പ്രൊഡക്റ്റാണ്. ഇത് എല്ലാവരും മിക്കവാറും ആൾക്കാർ ഡെയിലി എണ്ണ തേക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ എനിക്ക് ഡെയിലി എണ്ണ തേക്കുന്നതാണ് എൻ്റെ ഹെയറിന് കുറച്ചുകൂടി ഒരു മോയ്സ്ചറൈസ്ഡ് ഫീലിംഗ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെയർ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഈ ഓയിൽ തേക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഈ ഓയിലല്ല, ഏത് ഓയിലായാലും സാധാരണ കോക്കനട്ട് ഓയിൽ തേക്കുമ്പോൾ ഭയങ്കര ഗ്രീസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതും നല്ലോണം തേച്ചാൽ ഗ്രീസി ആയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട് ഡെയിലി നമ്മുടെ ഹെയറിൽ തേക്കുന്ന, ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഡെയിലി കുളിക്കാത്ത മീൻസ് തല കുളിക്കാത്ത ആളായിരിക്കും. അപ്പോൾ ഞാൻ ഡെയിലി തല വാഷ് ചെയ്യാറില്ല. സോ ഇപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സാധനം ചെറിയ ചെറിയ എമൗണ്ടിൽ തലയ്ക്ക് തേക്കുകയാണെങ്കിൽ, മുടിയിൽ തേക്കുകയാണെങ്കിൽ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. അതായത് നമ്മൾ ഹെയർ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കുന്ന മാതിരി തോന്നും. പിന്നെ ഇത് ഡാൻഡ്രഫൊക്കെ ഉള്ള സമയത്ത് ഇത് കുറച്ച് അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഇത് മാത്രം തേച്ചിട്ട് വേറെ ഷാമ്പൂ കണ്ടീഷണറൊന്നും തേക്കരുത് എന്നല്ല. ഇതിപ്പോൾ നമ്മൾ ഷാമ്പൂ കണ്ടീഷണറൊക്കെ കുറച്ച് നല്ലോണം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അത് ഹെയറിനെ കുറച്ചുകൂടി ഡാമേജ്ഡ് ആക്കുകയാണെന്ന് തോന്നുന്നു. ഏത് ഷാമ്പൂ ആയാലും, എങ്ങനത്തെ ഷാമ്പൂ ആയാലും കുറച്ചുകൂടി ഡാമേജ് ആക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഷാമ്പൂ ഡെയിലി, കണ്ടീഷണർ ഡെയിലി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ കുറച്ചുകൂടി ഹെയർ ഫോളൊക്കെ നല്ലോണം കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പം മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെയൊക്കെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ട് ഡെയിലി യൂസ് ചെയ്യാതെ ഇപ്പോൾ ഒരു വീക്കിൽ 1 പ്രാവശ്യം ഷാമ്പൂ ചെയ്യാം, കണ്ടീഷണർ അങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഈ മുടി ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നൊന്നും പറയുന്നില്ല. പകുതിയും ജനറ്റിക്കലി വരുന്ന സംഭവങ്ങളായിരിക്കാം. പക്ഷേ ഞാൻ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത് ഇതേപോലത്തെ കാര്യങ്ങളാണ്. പിന്നെ ഈ ഓയിൽ വളരെ മികച്ചൊരു ഓയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ബാക്കി വേറെ കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാരച്യൂട്ടിന് തന്നെ പാരച്യൂട്ട് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അത് വളരെ വളരെ എന്താ പറയുക, ഭയങ്കര സ്മെല്ലാണ് അതിന്. പക്ഷെ അത് ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഓയിലാണ്. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും. കുറച്ച് സ്മെല്ലൊക്കെ മുടിയിൽ വേണം തോന്നുന്ന സമയത്ത് അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് അത്ര നല്ല ഹെയർ ഓയിലല്ല. ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര നല്ല ഹെയർ ഓയിലല്ല. ഇത് നമുക്ക് കുറച്ച് അധിക കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹെയർ ഓയിലാണ് എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഞാൻ ഇത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ.